കോൺക്രീറ്റ് ലീക്കിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഏവർക്കും കണ്ണൂർ ഷറഫ് എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനാവശ്യമായിട്ടുള്ളത് പ്രഷർ വാഷർ എന്നുള്ള ഒരു മെഷീനാണ്, മോട്ടറാണ് വേണ്ടത്. ഇത് നമുക്ക് വാടകയ്ക്ക് ലഭിക്കുന്നതാണ്. ഈ സാധനം കൊണ്ട് നമ്മൾ ആദ്യം വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് വൃത്തിയാക്കുക. 2 ദിവസം കഴിഞ്ഞ് അത് കൃത്യമായി ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളിതിൽ പെയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യമായി പ്രഷർ വാഷർ എന്ന ഈ യന്ത്രം ഉപയോഗിച്ച്, ഈ ഗൺ ഉപയോഗിച്ച് നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഉപരിതലം, അതിൻ്റെ മുകൾ ഭാഗം കൃത്യമായിട്ട് വൃത്തിയാക്കുന്നു. ആ വൃത്തിയാക്കിയതിന് ശേഷം 1 ദിവസം കഴിഞ്ഞ് കൃത്യമായി ഡ്രൈ ആയതിനു ശേഷമാണ് നാം ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ പായൽ പിടിച്ച് വളരെ വൃത്തികേടായിട്ടുണ്ട് സ്ലാബ്. ഇതുപോലെ വാട്ടർ ഗണ്ണ് ഉപയോഗിച്ച് നന്നായി കോൺക്രീറ്റിൻ്റെ ഉപരിതലം വൃത്തിയാക്കി പൊടിപടലങ്ങളും പായലും മുഴുവൻ ഇളകി കളഞ്ഞതിന് ശേഷം നന്നായി സ്ലാബ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ പെയിൻ്റ് അടിക്കാൻ പാടുള്ളൂ. 14 ലിറ്റർ പെയിൻ്റാണ് എനിക്കിവിടെ ആവശ്യമായി വന്നിട്ടുള്ളത്. ഇതിന് കമ്പനിയുടെ അവകാശവാദം 8 വർഷം ഗ്യാരണ്ടിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ചൂട് നന്നെ കുറക്കും എന്നുകൂടി കമ്പനി ഇതോടൊപ്പം പറയുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ വീട് പണിത ഉടനെ പുതിയ സ്ലാബിൻ്റെ മുകളിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരുപാട് വർക്ക് കുറഞ്ഞും കിട്ടും. ഇതിൻ്റെ ഗുണം 100% നമുക്ക് ലഭിക്കുകയും ചെയ്യും. കാരണം പായൽ പിടിക്കാതെ, ലീക്ക് വരാതെ നമ്മൾക്ക് ഇത് സ്ലാബിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ കാര്യം. പിന്നീട് നാം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഈ പായൽ നീക്കേണ്ട ഒരു ജോലിയൊക്കെ, അതിൻ്റെ എക്സ്പെൻസൊക്കെ പിന്നീട് കൂടി വരുന്നതായിരിക്കും. ഇത് നേരത്തെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നാം ചരിച്ച് വാർക്കുകയാണെങ്കിൽ, ഓടും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വരികയില്ല. ഇതാണ് ഇതിനുപയോഗിക്കുന്ന പെയിൻറ്റ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഡാം പ്രൂഫ് എന്ന പേരുള്ള 10 ലിറ്ററിൻ്റെ ക്യാനാണിത്. അങ്ങനെ നാം പ്രതലത്തിൽ അടിച്ചു കഴിഞ്ഞു. ഒരു ബായി ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ കൂടെയുണ്ട്. ഈ വെളുത്ത് കിടക്കുന്ന ഭാഗത്താണ് എനിക്ക് ലീക്കിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. കടുത്ത വേനലാണ് നാട്ടിൽ. കുട പിടിച്ചാണ് നമ്മുടെ ജോലിക്കാരൻ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നത്. വളരെ ആത്മാർത്ഥമായാണ് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടുത്ത ചൂടിനെ അതിജീവിക്കാൻ കുടചൂടിയ മന്നനായി നമ്മുടെ ബായി അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് പ്രാവശ്യമാണ് നാം ഈ പെയിൻ്റ് അടിക്കേണ്ടത്. ആദ്യം ഡൈലൂട്ട് ചെയ്ത് നേർപ്പിച്ചും ബാക്കി 2 പ്രാവശ്യം നേർപ്പിക്കാതെയുമാണ് ചെയ്യേണ്ടത്. 8 വർഷമാണ് ഇതിൻ്റെ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത്. അതിന് പുറമെ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത്തരം വർക്ക് ചെയ്യുന്നതിന് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. ഇത്തരം വർക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ വർക്ക് ചെയ്യുന്ന പ്രവർത്തകർ, അതിൻ്റെ വർക്കേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ ഷറഫിൻ്റെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.